അമേരിക്കയിലെ നിർണായകമായിട്ടുള്ള പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നിമിഷങ്ങളിലൂടെയാണ് ലോകം മുഴുവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഡെമോക്രാറ്റിക് പാർട്ടി കമല ഹാരിസ് അവരെ അവരുടെ ഒഫീഷ്യൽ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മറ്റേത് അമേരിക്കൻ തെരഞ്ഞെടുപ്പിനേക്കാളും ഈ 2024 നടക്കാൻ പോകുന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ ലോകം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് നോക്കി കാണുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, മാറിക്കൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില സുപ്രധാന സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ 2024 അമേരിക്കൻ ഇലക്ഷൻ അതീവ പ്രാധാന്യം അർഹിക്കുന്നത്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് ഒരു സംഘർഷ ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഏത് നിമിഷവും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു അതിഗൗരവമേറിയ അതിഗുരുതരമായിട്ടുള്ള ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. ഒപ്പം തന്നെ ലോകത്തിന്റെ മറ്റ് പല ഭാഗങ്ങളും സംഘർഷ കലുഷിതമാണ്. പ്രത്യേകിച്ച് ചൈനയുടെയൊക്കെ സ്വാധീനം ലോക രാജ്യങ്ങളിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം യൂറോപ്പിന്റെ അവസ്ഥയും അത്ര ശുഭകരമല്ല. പ്രത്യേകിച്ച് ഈ അഭയാർത്ഥികളുടെ രൂപത്തിൽ യൂറോപ്പിലേക്ക് കടന്നുകൂടിയിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദം ഒക്കെ ലോകത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ലോക പോലീസാണ് എന്നൊക്കെ അറിയപ്പെടുന്ന അമേരിക്കയിൽ ഒരു ശക്തമായിട്ടുള്ള ഒരു ഭരണകൂടം തീർച്ചയായും വരേണ്ടിയിരിക്കുന്നു. നിലവിലെ അമേരിക്കൻ പൊളിറ്റിക്സ് എന്തുകൊണ്ട് ട്രംപിനെ പോലെ ഉറച്ച ക്രൈസ്തവ അനുകൂല ധാർമ്മിക മൂല്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു നേതാവ് ഈ കാലഘട്ടത്തിൽ അമേരിക്കയിൽ ഉയർന്നു വരണം? എന്തുകൊണ്ട് കമല ഹാരിസ് എടുക്കുന്ന അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടി എടുക്കുന്ന നിലപാടുകൾ ഈ കാലഘട്ടത്തിൽ എതിർക്കപ്പെടണം എന്നീ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഈ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ജോജി റോബിൻ. പ്രത്യേകിച്ച് ഈ അമേരിക്കൻ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ നിലപാട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ പല ഘട്ടങ്ങളിലും ആ ഒരു വിഷയം നാം ചർച്ച ചെയ്തു. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഈ അമേരിക്കയിൽ നടക്കാൻ പോകുന്ന ഈ ഒരു ഇലക്ഷൻ അതീവ പ്രാധാന്യമുണ്ട് എന്ന വസ്തുത കൂടുതൽ ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഘർഷങ്ങൾ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾ, ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് കോപ്പുകൂട്ടുന്ന ഇറാൻ, ഒപ്പം തന്നെ അവരെ പിന്താങ്ങുന്ന റഷ്യ, ചൈന പോലുള്ള ലോക ശക്തികൾ, ഒപ്പം തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം, ഈ പറയുന്ന ലോക രാജ്യങ്ങൾക്കിടയിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദം പോലുള്ള വിഷയങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഉറച്ച നിലപാടുള്ള ഒരു ഭരണാധികാരി, അത് എല്ലാ തരത്തിലും, അതായത് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിത്വം, ധാർമ്മിക മൂല്യങ്ങൾക്ക് അനുകൂലമായിട്ട് ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിത്വം ലോകത്തിലെ വൻ ശക്തിയായ അമേരിക്കയിൽ വരേണ്ടതിൻ്റെ ഒരു ആവശ്യകത അവിടെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് എടുക്കുന്ന നിലപാടുകളെ നമ്മൾ പരസ്യമായി തന്നെ ട്രംപ് എടുക്കുന്ന നിലപാടുകളെ നാം അനുകൂലിക്കുന്നത്. എന്തുകൊണ്ട് ട്രംപിനെ പോലെ ഇത്തരത്തിലുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് അമേരിക്കയിൽ വരണം എന്ന ഒരു ആവശ്യകത നമ്മൾ ശക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്? ഏറ്റവും ആദ്യം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം, ഈ സൺ ഓഫ് ഹമാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇസ്രായേൽ ഈ ഹമാസ് യുദ്ധത്തിന്റെ പല ഘട്ടത്തിലും ഈ സൺ ഓഫ് ഹമാസ്, ഈ യൂസഫ് എന്ന് പറഞ്ഞൊരു വ്യക്തി, ഒരു ഹമാസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളുടെ മകൻ, ആ വ്യക്തി കഴിഞ്ഞ ദിവസം ഈ ഫോക്സ് ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞൊരു വാക്ക് ഞാൻ ഒന്ന് കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അത് ഇപ്രകാരമാണ്: യൂസഫ് സ്ട്രെസ്ഡ് ദാറ്റ് ദി റിസൾട്ട് ഓഫ് ദി US presidential election will not impact Hamas or Iran's other proxy group who will hate America. It doesn't matter who is in office, but he did worry about a president who is not firm enough, not strong enough behind the fundamentals of America. ഇത് തന്നെയാണ് എന്തുകൊണ്ട് ശക്തമായിട്ട് നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഇവിടെ അമേരിക്കയിൽ വരണം എന്നൊരു ആവശ്യകത നാം ചൂണ്ടിക്കാണിക്കുന്നത്. റോബിൻ, നിലവിലെ ഒരു അമേരിക്കൻ പൊളിറ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം വലിയ രീതിയിലൊരു കലുഷിതമാണ് ശരിക്കും അമേരിക്ക, അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കൺവെൻഷനെ ആ ഒരു ഹാളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വേദിയിലേക്ക് ഈ ഹമാസ് അനുകൂലികൾ പ്രകടനം നടത്തുന്നു. ഒരു അരക്ഷിതാവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ പലതരത്തിലും പല ശക്തികളും അമേരിക്കയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുൻ കാലഘട്ടത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ അവസാന നിമിഷം പല രീതിയിലുള്ള അട്ടിമറി ഉണ്ടായി എന്നും ആരോപിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നാം ചിന്തിച്ചു നോക്കുമ്പോൾ എന്ത് വില കൊടുത്തും
പ്രത്യേകിച്ച് ഈ റിപ്പബ്ലിക്കൻ പാർട്ടി എടുക്കുന്ന ഇത്തരത്തിലുള്ള നിലപാടുകളെ എതിർക്കുന്ന ശക്തികൾ, അത് ഇസ്ലാമിക തീവ്രവാദികളായിക്കോട്ടെ, നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്ന ഇലുമിനാറ്റി ഗ്രൂപ്പുകളായിക്കോട്ടെ, ഫ്രീമേസൺ ഗ്രൂപ്പുകളായിക്കോട്ടെ, ഈ ഡീപ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഒരു നിഗൂഢ ശക്തികളായിക്കോട്ടെ, അപ്പോൾ അവർ എന്ത് വില കൊടുത്തും ഈ അമേരിക്കൻ ഇലക്ഷനെ ഒരു അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നീങ്ങുന്നതായിട്ട് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല. നിലവിലെ ഒരു അമേരിക്കൻ പൊളിറ്റിക്സ്, ആ ഒരു സാഹചര്യം നാം പരിശോധിക്കുമ്പോൾ ഇതിനുള്ള ഏറ്റവും ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഇലക്ഷൻ്റെ ഉള്ളിലെ ഔട്ട്സൈഡ് പുറത്തു നിന്നുള്ള ഇൻ്റർഫിയറൻസ് ഒരു പരിധിവരെ അനുവദിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അങ്ങനെ സമ്മതിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഒന്നാമത്തെ വശം. അപ്പോൾ ആർക്ക് വേണമെങ്കിലും അങ്ങനെ ഒരു ഇൻ്റർഫിയറൻസ് ഉള്ളൊരു സാധ്യതയുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇനി രണ്ടാമത്തെ ഒരു വശം നമ്മൾ പരിശോധിക്കുമ്പോൾ, ഇപ്പോൾ ട്രംപിൻ്റെയും ഈ റിപ്പബ്ലിക്കൻ പാർട്ടി ട്രംപിൻ്റെ അവരുടെ നയം എന്ന് പറയുന്നത് പലപ്പോഴും, ഇപ്പോൾ നമ്മൾ യൂറോപ്പിലേക്ക് വരികയാണെങ്കിൽ അവിടുത്തെ ഫാർ റൈറ്റ്, പോപ്പുലിസ്റ്റ്, അങ്ങനെയുള്ള ദേശീയത മുന്നിൽ നിർത്തുന്ന, അതുപോലെ ഫാർ റൈറ്റ് ചിന്താഗതികളുള്ള, അവർ പലപ്പോഴും ക്രിസ്ത്യൻ മൂല്യങ്ങളെയൊക്കെ ഇച്ചിരി കൂടി ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ്. അവരുടെ അതേ ഒരു രീതി തന്നെയാണ് ഇവിടെ വരുമ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയും സ്വീകരിക്കുന്ന നയങ്ങളെന്ന് പറയുന്നത്. ഇപ്പോൾ ട്രംപിൻ്റെതും അത് തന്നെയാണ്. ഒരു പോപ്പുലിസ്റ്റ് ശൈലിയാണ്, അമേരിക്ക ഫസ്റ്റ് എന്നുള്ള ശൈലിയാണ്. എല്ലാ കാര്യങ്ങളിലും ആ രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. മറുവശത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ കമല ഹാരിസ് ആണല്ലോ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. കമല ഹാരിസിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ അവരുടെ ഒരു നയം എന്ന് പറയുന്നത് പലപ്പോഴും ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ സെൻറ്റർ, ഇപ്പോൾ അതും യൂറോപ്പിനെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാം, സെൻറ്റർ റൈറ്റ് ലെഫ്റ്റ് വിങ്, അവരുടെ ആ സെക്കുലറിസ്റ്റ് ചിന്താഗതികൾ, ഇതേ സംഗതി തന്നെയാണ് ഈ കമല ഹാരിസിൻ്റെ, ജോ ബൈഡൻ്റെ അടക്കമുള്ള അവരുടെ നയങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അത് വളരെ ഡിഫറൻ്റ് ആണ്, രണ്ടും തമ്മിൽ വളരെ ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും അധികാരത്തിൽ വരുമ്പോൾ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്, അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് ഈ അബോർഷൻ്റെ നിയമങ്ങൾ വ്യാപകമായിട്ട്, റോ വേഴ്സസ് വേഡ് അടക്കമുള്ള നിയമങ്ങൾ ഇല്ലാതായി എന്നൊക്കെ പറയുന്നത് ഒരു അത്ഭുതങ്ങളിൽ ഒരു കാര്യമാണ്. അങ്ങനെ സംഭവിച്ചു. അപ്പോൾ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണത്. അപ്പോൾ ഇപ്പുറത്ത് ഇങ്ങോട്ട് കമല ഹാരിസിൻ്റെ ജോ ബൈഡൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർ എന്ത് വില കൊടുത്തും ഇത് തിരികെ കൊണ്ടുവരും എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് കമല ഹാരിസിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പോൾ പറഞ്ഞ ഈ ഡീപ് സ്റ്റേറ്റ് അതുപോലെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ഹൈലി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയാണ് അവരുടേത്. അവർ മുൻകാലങ്ങളിൽ അവരുടെ പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഉയർച്ചയ്ക്ക് ട്രംപിൻ്റെ ഭരണം ഉണ്ടായാൽ സാധ്യമാകുന്നു എന്നുള്ളത് ഒരു വസ്തുത. ഈ കമല ഹാരിസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു തകർച്ചയ്ക്ക്, ഒരു സെക്കുലറിസത്തിൻ്റെ വളർച്ചയ്ക്ക് ഇത് ഒരു മതപരമായ ഒരു കാര്യം, ഒരു വശമാണ് ഇതിൻ്റെ. ഇനി രണ്ടാമത്തെ ഒരു വശം ട്രംപിന് വരാനുള്ള ഒരു സാധ്യത. ട്രംപിന് ഇപ്പോഴും സാധ്യതകളാണ് ട്രംപിനാണ് പറയുന്നത്. ഇപ്പോൾ കമല ഹാരിസിൻ്റെ പല ഈ സർവേകളിലും കമല ഹാരിസ് മുന്നിലാണെന്ന് പറയുമ്പോൾ പോലും ട്രംപിനാണ് ഒരു സാധ്യത പറയുന്നത്. കാരണം ട്രംപ് ഒരു ബിസിനസ്മാനാണ്. അമേരിക്ക എപ്പോഴും ബിസിനസ് ഓറിയൻറ്റഡ് ആണ്, മണി ഓറിയൻറ്റഡ് ആണ്. അവരുടെ പല കാഴ്ചപ്പാടുകളും അവരുടെ നയങ്ങളും ഒരു മണി ഓറിയൻറ്റഡ്. ഇപ്പോൾ നമ്മൾ ഏത് അമേരിക്കക്കാരനോട് നമ്മൾ ഇടപഴകിയാൽ പോലും നമുക്ക് അവരുടെ ആ ആറ്റിറ്റ്യൂഡിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാരണം അവരെപ്പോഴും ഓരോ നിമിഷങ്ങളെയും പണം വെച്ച് ഡിവൈഡ് ചെയ്യുന്ന ഒരു ശൈലിയുണ്ട്, പ്രോഫിറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുന്ന ഒരു ശൈലിയുണ്ട് അവർക്ക്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ അമേരിക്കയിൽ ഈ ഡെമോക്രാറ്റ്സ് ഭരിച്ച കാലഘട്ടത്തിൽ ഹൗസിങ്ങിൻ്റെ ചിലവ് വളരെ വലിയതായിട്ട് കൂടി, ആളുകൾക്ക് വീട് മേടിക്കാൻ പറ്റാത്ത അവസ്ഥ അതുപോലെ തന്നെ ജീവിത ചെലവ് കൂടി. ഒരു കൊച്ചിനെ നോക്കാൻ വേണ്ടിയിട്ട് ഏകദേശം വർഷം 12,000-ഓളം ഡോളർ ചിലവ് വരുന്ന അവസ്ഥയിലേക്ക് മാറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോ അമേരിക്കക്കാരനെയും അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഡെമോക്രാറ്റിക് പാർട്ടിയെ കഴിഞ്ഞ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഇച്ചിരിയും കൂടെ എഡ്ജ് കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബേസിക്കലി അതാണ്. പിന്നെ നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ അമേരിക്കൻ പൊളിറ്റിക്സ് എപ്പോഴും ലോക പൊളിറ്റിക്സ് അതിൻ്റെ ഒരു റിയാലിറ്റിയാണ് അമേരിക്കൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ ഭാഗത്തിലേക്ക് മൊത്തം ലോകത്തെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ് പോകുന്നത്? ഇപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടി ഭരിക്കുന്നു. ഇപ്പോൾ നിലവിൽ നടക്കുന്ന അതേ കാര്യങ്ങളായിരിക്കും ഇപ്പോൾ കമല ഹാരിസ് അധികാരത്തിൽ വന്നാൽ നടക്കുന്നത്. അപ്പോൾ കമല ഹാരിസ് അധികാരത്തിൽ വന്നാൽ, ഡെമോക്രാറ്റിക് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ലോകത്തിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ ഇപ്പോഴത്തെ കാര്യം വെച്ച് നമുക്ക് പരിശോധിക്കാവുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഉക്രൈൻ അവർ ഭയങ്കരമായി ഫണ്ട് ചെയ്യുന്നു. ഉക്രൈന് ഏകദേശം $61 ബില്യൺ ഫണ്ടിങ് കൊടുത്തു ഉക്രൈന്. അതുപോലെ തന്നെ ഇസ്രായേലിന് $21 ബില്യൺ ഫണ്ടിങ് ഇവർ കൊടുത്തു. ഇസ്രായേലിനെ ഹൈലി ഇവർ പ്രൊമോട്ട് ചെയ്യുന്നു. അതേസമയം ഇസ്രായേലിനെ ഒരു എക്സ്പാൻഷനിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. മിഡിൽ ഈസ്റ്റിനെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് സംഘർഷഭരിതമാക്കാനും അവർ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഉക്രൈൻ വാർ എടുക്കുക. ഇപ്പം ഉക്രൈൻ റഷ്യയിലെ ക്രൂസ് മേഖലയിലേക്ക് കുറേ ഭാഗത്തേക്ക് കടന്നു കയറിയതിൽ ഇപ്പം ഏറ്റവും വലിയ ചർച്ചയായിരിക്കുന്നത്, ലോകത്ത് മുഴുവൻ ചർച്ചയായിരിക്കുന്ന ആ കാര്യമാണ്. പക്ഷേ അവിടെ പോലും ബ്രിട്ടൻ കൊടുത്ത
മിസൈലുകൾ അവിടെ പ്രയോഗിക്കാൻ അമേരിക്ക ഇതുവരെ അനുവാദം കൊടുത്തിട്ടില്ല. അത് കെയർ സ്റ്റാർമർ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. എന്ന് വെച്ചാൽ ആ മിസൈല് അവർക്ക് അനുവാദം കൊടുക്കണമെന്നുണ്ട്, പക്ഷേ അമേരിക്ക ഇതുവരെ അത് ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു വാർ അങ്ങ് എസ്കലേറ്റ് ചെയ്ത് അങ്ങനെ പോകുന്നതിന് അവർക്ക് താല്പര്യമില്ല. എന്നാൽ പതിയെ പതിയെ അടിച്ച് തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അവർക്കുള്ളത്. ഈ നയങ്ങൾ തന്നെയാണ് ഇവിടെ എല്ലാവരും വരുന്നത്. ഇപ്പം ചൈന, സൗത്ത് ചൈന സീയിൽ വരികയാണെങ്കിൽ അവിടെ ഫിലിപ്പൈൻസിനെ കൊണ്ട് അവരവിടെ ചൈനയുമായിട്ട് ചെറുതായിട്ട് ക്ലാഷുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ പതിയെ പതിയെ അതിനെ അങ്ങ് ചൈനേനെ അവരെ വെച്ച് അങ്ങനെ കൗണ്ടർ ചെയ്ത് പോകുന്നു. ഇങ്ങനെ ഒരു ഡെമോക്രാറ്റിക് ശൈലി ഇങ്ങനെയാണ് കൗണ്ടർ ചെയ്ത് പോകുന്നത്. അതേ ശൈലിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ട്രംപ് വന്നാൽ എന്ത് മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ടത്. ട്രംപ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റഷ്യ ഉക്രൈൻ വാറ് എന്ന് വെച്ചാൽ നാറ്റോ രാജ്യങ്ങൾക്ക് ഇപ്പോൾ അമേരിക്ക കൊടുക്കുന്നത്ര സപ്പോർട്ട് ഒരു പക്ഷേ ട്രംപ് വന്നു കഴിഞ്ഞാൽ കിട്ടിയെന്ന് വരില്ല. ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, നിങ്ങൾ പണം മുടക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അമേരിക്ക സുരക്ഷ തരികയുള്ളൂ എന്ന് പറഞ്ഞത് വളരെ വലിയ ചർച്ചയായിരുന്നു യൂറോപ്യൻ രാജ്യം, നാറ്റോ രാജ്യങ്ങളിൽ. അപ്പോൾ അത് തന്നെയാണ് അമേരിക്ക ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ സ്വന്തം കയ്യിലിരിക്കുന്ന പണം മുടക്കി ആരെയും വലിയധികം സംരക്ഷിക്കില്ല എന്നുള്ള ഒരു നിലപാട് തന്നെ ആയിരിക്കും ഉക്രൈൻ റഷ്യ വാറിൽ ഒരുപക്ഷെ അമേരിക്ക എടുക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ യുദ്ധത്തിൽ ഇൻവോൾവ് ചെയ്യുകയും എത്രത്തോളം ഉക്രൈന് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ പിന്നീട് ചർച്ചകൾ നടത്തേണ്ടതായി വരും. മിഡിൽ ഈസ്റ്റിലേക്ക് വരികയാണ് എങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, മിഡിൽ ഈസ്റ്റിൽ ഈ കഴിഞ്ഞ ദിവസം ഈ ട്രംപ് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. അത് ഇലക്ഷൻ്റെ വേണ്ടിയാണ് പറഞ്ഞത് എങ്കിലും, കാരണം അവിടുത്തെ ജൂയിഷ് കമ്മ്യൂണിറ്റി കൂടുതലും കമല ഹാരിസിനായിരുന്നു സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്ന സർവേയിൽ. പക്ഷേ ട്രംപ് ഇത് പറഞ്ഞതോട് കൂടിയിട്ട് അവിടുത്തെ സപ്പോർട്ട് മാറുമെന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ട്രംപ് പറഞ്ഞു, ഒരു ഗ്രേറ്റർ ഇസ്രായേൽ, ഈ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ സൂപ്പർ പവർ ആകുക എന്നുള്ളത് അത്യാവശ്യമാണ് എന്ന് വെച്ചാൽ സൂപ്പർ പവർ എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ഏകദേശം ലെബനോൺ പിടിച്ചെടുക്കും, അത് കഴിഞ്ഞ് സിറിയയുടെ ഭാഗങ്ങൾ പിടിച്ചെടുക്കും, ജോർദാന്റെ ഭാഗങ്ങൾ പിടിച്ചെടുത്തും, ഈജിപ്തിന്റെ ഭാഗങ്ങൾ പിടിച്ചെടുക്കും. എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ സൂയസ് കനാൽ അടക്കം എന്ന് വെച്ചാൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അവിടെ മുഴുവൻ ഇവർ പിടിച്ചെടുക്കും എന്ന്, അങ്ങനെ ഒരു സൂപ്പർ പവർ ആക്കാൻ ഇസ്രായേലിനെ കൊണ്ട് സൂപ്പർ പവർ ആക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വെച്ച് വിലയിരുത്തുമ്പോൾ ഇപ്പോൾ സൗത്ത് ചൈന സീയിൽ വരികയാണെങ്കിൽ പോലും ട്രംപ് ഒരുപക്ഷെ ഒരുപാട് സംഘർഷങ്ങൾക്കുള്ള സാധ്യത ട്രംപിൻ്റെ കാലത്തുണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ എന്നാൽ പോലും മിഡിൽ ഈസ്റ്റിൽ വലിയൊരു സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, മറ്റു ഭാഗങ്ങളിൽ സംഘർഷം കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരുപക്ഷെ അമേരിക്കയുടെ ബിസിനസ് കുറേ ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയെല്ലാം ഉള്ള സാധ്യതകളാണ് അമേരിക്കയിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിന് ഇച്ചിരിയും കൂടെ കൂടുതൽ, കമല ഹാരിസിനെക്കുറിച്ചും അല്പം കൂടെ കൂടുതൽ എഡ്ജുണ്ട്. ക്രിസ്ത്യാനിറ്റിക്കും ട്രംപ് വരുന്നതാണ് എപ്പോഴും ഉചിതമായിട്ടുള്ള സമയം എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളൊരു വസ്തുത. കറക്റ്റാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ ട്രംപിൻ്റെ ഒരു എഡ്ജുണ്ട്. ഒപ്പം നമ്മൾ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, ട്രംപിന് നേരെ ഉണ്ടായിട്ടുള്ള ആ ഒരു വധശ്രമം അത് വലിയൊരു സഹതാപ തരംഗത്തിലേക്ക് നയിക്കപ്പെടാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. ഒപ്പം തന്നെ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ട്രംപിന് വലിയ രീതിയിലുള്ള ഒരു പിന്തുണയുണ്ട് എന്നൊരു കാര്യം കൂടി വളരെ വ്യക്തമാണ്. ഒപ്പം മറ്റൊരു കാര്യം കൂടി നാം ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് ഈ ഡെമോക്രാറ്റ്സ് അത് അവരുടെ ഒരു പൂഴിക്കടകൻ, അവരുടെ ആവനാഴിലെ എല്ലാ ആയുധങ്ങളും എടുക്കുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ഉദാഹരണമായിട്ട് പറയാൻ സാധിക്കുന്നത് കീപ്പിംഗ് ഫാമിലി ടുഗദർ എന്ന് പറഞ്ഞാൽ ഈ ബൈഡൻ ഈ എടുത്തു കൊണ്ടുവന്ന ഒരു വലിയൊരു പ്രോജക്റ്റ് ഉണ്ട്. അതായത് അമേരിക്കയിൽ ഇല്ലീഗലായിട്ട് വന്നിട്ടുള്ളവർ, അത് ഇവിടെ വന്നിട്ട് അമേരിക്കയിൽ വന്നിട്ട് അമേരിക്കൻ സിറ്റിസനെ കല്യാണം കഴിക്കുന്നു. അങ്ങനെയുള്ളവർക്കൊരു സിറ്റിസൺഷിപ്പിലേക്ക് അവർക്ക് ഒരു ഈസി ഒരു എലിജിബിലിറ്റി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. ഏകദേശം 8 ലക്ഷത്തിലധികം പേരെ ഇത് ഡയറക്റ്റ് ഇമ്പാക്ട് ചെയ്യും, അതായത് അനുകൂലമായിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ അതൊക്കെ ഒരു പക്ഷേ ഈ സ്വിംഗ് സ്റ്റേറ്റ്സിലൊക്കെ എത്രത്തോളം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും എന്ന് നാം കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവരുടെ ആവുന്നാഴിലെ എല്ലാ ആയുധങ്ങളും പുറത്തെടുക്കുമ്പോൾ പോലും ഈ പറയുന്നത് പോലെ റോബിൻ സൂചിപ്പിച്ചതുപോലെ ട്രംപിന് ഒരു എഡ്ജ് തന്നെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒപ്പം ഈ പറയുന്ന ഈ കമല ഹാരിസ് മുന്നിലാണ് എന്ന് പറയുന്ന പല ഒരു ഡേറ്റയും അല്ലെങ്കിൽ പല സർവേയുടെ ഒക്കെ ഒരു വാസ്തവം എത്രത്തോളം ഉണ്ട്? ജോർജി, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്. കാരണം ഇന്ന് ലോകത്തിൽ എന്തുകൊണ്ടും എല്ലാ ഒരു വശം നമ്മൾ വെച്ച് നോക്കുമ്പോഴും പ്രബല ശക്തി അമേരിക്ക തന്നെയാണ്. അതിപ്പോൾ ശത്രുക്കൾ അതിനെക്കുറിച്ച് എന്തെല്ലാം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ മറ്റുള്ള ചൈന അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളോട് താല്പര്യമുള്ളവർ, അവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, റഷ്യ അല്ലെങ്കിൽ ചൈന അല്ലെങ്കിൽ മറ്റുള്ള സൂപ്പർ പവേഴ്സിനോട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ അർത്ഥത്തിലും, അതിപ്പോൾ ഫൈനാൻഷ്യൽ ആയിക്കോട്ടെ, ആയുധമായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ സെറ്റപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ഒരു സ്വാധീനമായിക്കോട്ടെ, എല്ലാ അർത്ഥത്തിലും അമേരിക്ക ഒരു സൂപ്പർ പവർ തന്നെയാണ്. അപ്പോൾ ആ രാജ്യത്തിൽ വെറും 72 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഇനി ഈ ഇലക്ഷനിലേക്ക് കടക്കാൻ. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ജിയോ പൊളിറ്റിക്സിനെ കുറിച്ചും അതുപോലെ ഇതിൻ്റെ ഒരു സോഷ്യോ ഇക്കണോമിക് ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെയേറെ ഡീപ്പായിട്ട് ചിന്തിക്കണം. അത് ഞാൻ പറയാൻ കാരണം, ശരിക്ക് എന്താ പറയുക, ഈ ജോ ബൈഡൻ കമല ഹാരിസ് ഈ ഒരു ഭരണകാലത്ത്
അവരായിരുന്നു അതിൻ്റെ റൂളിംഗ് ഓഫീസിൽ ഇരുന്നതെങ്കിലും ഇതിനെയൊക്കെ ശരിക്കും കൺട്രോൾ ചെയ്തത് മറ്റു പലരുമാണ്, ശരിക്കും മറ്റു പല ശക്തികളുമാണ്. ഇതിനെക്കുറിച്ച് തുളസി ഗബാട്ട് എന്ന് പറയുന്ന ഒരു മുൻ പ്രസിഡൻഷ്യൽ നോമിനി അവർ പറയുന്നുണ്ട്, പലപ്പോഴും ഇവരുടെയൊക്കെ പേരുണ്ടെങ്കിലും ഇതിനെ കൺട്രോൾ ചെയ്ത ഹിലാരി ക്ലിൻ്റനും അതുപോലെ ബറാക്ക് ഒബാമയും പിന്നെ ആന്റണി ബ്ലിങ്കനും പോലുള്ള വലിയ വലിയ അവിടുത്തെ ലീഡേഴ്സാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അത്രമാത്രം തന്നെ ഈ അമേരിക്കൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ കാണാത്തൊരു സങ്കീർണതയിലേക്ക് പോവുകയാണ്. അപ്പോൾ തുളസി ഗബാട്ട് പറഞ്ഞത് ആ സ്ത്രീ ശരിക്ക് ഈ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ചേരുമ്പോൾ ആ സ്ത്രീയുടെ ഒരു മുമ്പിലുണ്ടായിരുന്ന ഒരു വിഷണറീസ് എന്ന് പറയുന്നത് അത് ജോൺ എഫ് കെന്നഡിയും അതുപോലെ മാർട്ടിൻ ലൂതറിനെ പോലുള്ള ചില വലിയ നല്ല നല്ല ലീഡേഴ്സായിരുന്നു പറഞ്ഞത്. എന്നാൽ ആ പാർട്ടിയുടെ പോളിസി കംപ്ലീറ്റ് മാറിയെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ പാർട്ടികളുടെ ഈ ഒരു പോളിസികളുണ്ടാകുന്ന മാറ്റമാണ്. ഇപ്പം ഞാനിപ്പോൾ ട്രംപിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നയമല്ല ട്രംപിൻ്റെ നയം. ട്രംപിൻ്റെ നയം ട്രംപിൻ്റെ വ്യക്തിപരമായ നയമാണ്. പാർട്ടിയുടെ നയം തികച്ചു വിഭിന്നമായൊരു നയമാണ് ഇരിക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ റിപ്പബ്ലിക്കൻ പാർട്ടിയും അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടി എടുത്ത് നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഈ അമേരിക്കൻ പാർട്ടികളുടെ ആ നയങ്ങൾ കംപ്ലീറ്റ് മാറിയേക്കാണ്. അതിപ്പോൾ ശരിക്ക് ഒരു എന്താ പറയുക ഒരു ധാർമ്മികത അല്ലെങ്കിൽ ഒരു സോഷ്യൽ സെറ്റപ്പ് അല്ലെങ്കിൽ എന്താ പറയുക അല്ലെങ്കിൽ ഒരു ഈ ഹ്യൂമൻ ഫ്രീഡം, ഹ്യൂമൻ ഡിഗ്നിറ്റി, അതിൻ്റെ ആശയങ്ങളെല്ലാം മെല്ലെ 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 അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പകരം നമ്മളിവിടെ ജോർജ് പറഞ്ഞ പോലെ ഇലുമിനാറ്റി, ഫ്രീമേസൺ, ഈ സൈറ്റനിക് സംഘടനകളുടെ ചില ലെഫ്റ്റ് സംഘടനകളുടെ പോലുള്ള ആശയങ്ങൾ വല്ലാതെ കയറി വരികയാണ്. ഇപ്പോൾ ശരിക്ക് അമേരിക്കയെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങൾ എന്ത് കാണണം, എന്ത് ചിന്തിക്കണം, എന്ത് പറയണം എന്നൊക്കെ ഈ തീരുമാനിക്കുന്നത് വ്യക്തമായിട്ട് ഇവരാണ്. അപ്പോൾ ആ രീതിയിലുള്ള പോളിസികളാണ് ഇവരെല്ലാം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു വലിയൊരു എന്താ പറയുക ഒരു ഭീഷണി അമേരിക്കയ്ക്ക് ഉള്ളപ്പോഴാണ് നമ്മൾ ഈ ട്രംപിനെ പ്രിഫർ ചെയ്യുന്നത്. കാരണം ട്രംപ് എന്ന് പറയുന്നത് ഒരു എന്നാ പറയുക ഒരു റെവല്യൂഷണറിയാണ്. ഒറ്റയാൾ പോരാട്ടം അദ്ദേഹം നടത്തുന്നത്. കാരണം ഇവിടെ റോബും പറഞ്ഞു അദ്ദേഹം ഈ അബോർഷനെതിരെ എടുത്ത തീരുമാനങ്ങളും നയങ്ങളും അതൊന്നും ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇനി നാറ്റോയോട് അദ്ദേഹം വളരെ തുറന്നു പറഞ്ഞു. ഇനി അദ്ദേഹം UN പറഞ്ഞു നിങ്ങളുടെ ഫണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കുഞ്ഞുങ്ങളെ കൊന്നുകൂട്ടാൻ വേണ്ടി മറ്റുള്ള അധാർമ്മിക പ്രവർത്തനത്തിനാണെങ്കിൽ തരാൻ അമേരിക്ക പണമില്ല. അത് അപ്പോൾ ഈ പറഞ്ഞ നാറ്റോയായിട്ടുള്ള പ്രശ്നവും ഇവിടെ എല്ലാം പ്രശ്നം അത് തന്നെ ആയിരിക്കും. ഇവരെല്ലാം തമ്മിലുള്ള ഈ ഒരു മോറൽ വാല്യൂസ് തമ്മിൽ വലിയ ക്ലാഷാണ്. ഇപ്പോൾ ഈ വേൾഡ് ലീഡേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ഇപ്പം ട്രംപിന് ജസ്റ്റിൻ ട്രൂഡോ ആയിട്ടോ അല്ലെങ്കിൽ മാക്രോണുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഫേമസ് ആയിട്ടുള്ള ലീഡേഴ്സായിട്ടൊന്നും അവരുടെ ഒരു എന്താ പറയുക അവരുടെ ഈ മോറൽ ആയിട്ടുള്ള വാല്യൂസ് അവർക്ക് ഒത്തുപോകാൻ പറ്റത്തില്ല. ഇനി അതുപോലെ ട്രംപിൻ്റെ കാലത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും യുദ്ധമൊന്നും ഉണ്ടായിരുന്നില്ല. റഷ്യ ആയിട്ടൊരു ബന്ധം സ്മൂത്താക്കി, ചൈനയായിട്ടൊക്കെ ഡീലിങ്സ് നടത്തി, ഈവൻ ഇറാനുമായിട്ട് സംസാരിച്ചു, നോർത്ത് കൊറിയയിൽ പോയി. ഇന്ന് പൊട്ടിക്കും നാളെ പൊട്ടിക്കും എന്ന് പറഞ്ഞാൽ ആ നോർത്ത് കൊറിയയിൽ പോയി. അപ്പോൾ അവിടെ വരെയും അപ്പോൾ ട്രംപിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു കാരിസ്മ എന്ന് പറയുന്നത് അത് എന്തു പറഞ്ഞാലും ഇന്നും ഒരു അമേരിക്കൻ ലീഡേഴ്സിനും ഒരിക്കലും അതൊന്നും ഒരു എന്താ പറയുക അവകാശപ്പെടാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ശരിക്ക് ഈ ഇസ്രായേലിൻ്റെ കാര്യത്തിനാണ് തന്നെ ട്രംപിൽ അതൊരു സ്പിരിച്വൽ ആസ്പെക്റ്റിലാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആദ്യം പറയാം ബിബ്ലിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ഈ എന്താ പറയുക നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ചിലപ്പോൾ ഈ കമല ഹാരിസിനെ കുറിച്ച് പറഞ്ഞത് ആ സ്ത്രീ ഒരു ആൻറ്റി കാത്തലിക് എന്ന് പറയുന്നത്. ഒരു തവണ ഈ ട്രംപിൻ്റെ ഒരു സുപ്രീം കോർട്ടിലേക്കുള്ള ഒരു നോമിനിയെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ ഒറ്റ കാരണമുള്ള കമല ഹാരിസ് പറഞ്ഞു നീ ഒരു കടുത്ത വിശ്വാസിയാണ്, അതുപോലെ നീ ഒരു നൈറ്റ് ഓഫ് കൊളംബസ് എന്ന് പറയുന്ന ഒരു സംഘടന നീ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘടനയില്ല. അപ്പോൾ ആ ഒരു കാത്തലിക് വിശ്വാസത്തെ പ്രതി അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്തു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ആൻറ്റി എലമെൻറ്റ്സ് ഒക്കെ ആ സ്ത്രീയിൽ ശരിക്കുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഒരു എന്താ പറയുക ഒരു ഈ അമേരിക്ക എന്നുള്ള ആ ഒരു വികാരം നമ്മൾ മനസ്സിലാക്കണം. അതൊരിക്കലും ഒരു തെറ്റായ വികാരമല്ല. കാരണം അമേരിക്ക നഷ്ടപ്പെട്ടു പോകുന്നുള്ളൊരു ഭയം ശരിക്കും ജനങ്ങൾക്കുണ്ട്. ശരിക്കും അതിപ്പോൾ യുദ്ധത്തിൽ കൊണ്ട് ചാടിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഈ എന്താ പറയുക ഈ സോഷ്യൽ എലമെൻറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ ധാർമ്മികമായ അപചയമുള്ള മറ്റ് പല നിയമങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇനി പിന്നെ ഇല്ലീഗൽ മൈഗ്രൻസിൻ്റെ ഇപ്പോൾ ജോർജ് പറഞ്ഞാൽ ഈ ഇല്ലീഗൽ മൈഗ്രൻസിൻ്റെ ഒരു ഭയങ്കരമായ ഒരു ഫ്ലോയിലൂടെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഈ അമേരിക്കയെ തകർത്ത് കളയുമെന്നുള്ള ഒരു വലിയ ഭയമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഒരു എഡ്ജ് ട്രംപിന് കൂടുതൽ കാണാനുള്ള വളരെ സാധ്യതയുണ്ട്. അതുതന്നെയാണ് ലോക പൊളിറ്റിക്സിൽ നല്ലതെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. കറക്റ്റാണ്. നമുക്ക് മറ്റൊരു ആസ്പെക്റ്റ് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈ നവംബർ 5-ാം തീയതിയാണ് ഇലക്ഷൻ നടക്കുന്നത്. പക്ഷേ ഈ സെപ്റ്റംബർ 6-ാം തീയതി മുതൽ അവിടുത്തെ ഈ വോട്ടിംഗ് പ്രോസസ്സ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യും. നോർത്ത് കരോളിനയിലൊക്കെ അവിടെ ഈ പറയുന്ന ആബ്സെൻറ്റി വോട്ടുകൾ, അതായത് മെയിൽ വഴി ബാലറ്റ് അയച്ച് വോട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായം അല്ലെങ്കിൽ എയർലി വോട്ടിംഗ് സിസ്റ്റം, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ സെപ്റ്റംബർ 6-ാം തീയതി മുതൽ പല സ്റ്റേറ്റ്സിലും ആരംഭിക്കും. ഇപ്പോൾ കഴിഞ്ഞ തവണ 2020 ഫോക്സ് ന്യൂസ് നടത്തിയൊരു സർവേ പ്രകാരം 70% പേരും കഴിഞ്ഞ 2020
ഒരു ഇലക്ഷൻ ഡേറ്റിന് മുമ്പ് തന്നെ വോട്ട് ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഞാൻ സൂചിപ്പിക്കാൻ കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിൽ ഈ ട്രംപിന്റെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. സമാനമായിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു, മേക്ക് അമേരിക്ക സേഫർ അഗെയിൻ. അങ്ങനെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസ കാലയളവിൽ ഈ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലും കോളേജിലും ഒക്കെ ഈ പറയുന്ന ഈ കോൺവക്കേഷൻ സെറമണീസ് ഒക്കെ നടക്കുന്ന കാലയളവിലാണ് ഈ പ്രോ ഹമാസ് ഗ്രൂപ്പുകൾ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു അഴിഞ്ഞാട്ടം നടത്തി അവിടെ വലിയ രീതിയിലുള്ള അരക്ഷിതാവസ്ഥയൊക്കെ സൃഷ്ടിച്ചത്. ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. അവിടെ യൂസ് ചെയ്തത് ഈ വിദ്യാർത്ഥികളാണ് ഒരു രാഷ്ട്രത്തിന്റെ ഒരു വ്യവസ്ഥാപിതമായി സ്ഥാപിക്കപ്പെട്ട ഒരു ഭരണകൂടത്തെ അട്ടിമറിച്ചത്. ഈ പറയുന്ന ഈ പ്രോ ഹമാസ് ഗ്രൂപ്പ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിലും ഈ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കൺവെൻഷന്റെ ആ ഒരു വേദിയിലേക്കും അവർ ഇരച്ചു കയറി വലിയ രീതിയിലുള്ള ഒരു അരക്ഷിതാവസ്ഥ കോമ്പൗണ്ടിൽ സൃഷ്ടിച്ച അമേരിക്കൻ ഫ്ലാഗ് ഒക്കെ കത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. നമുക്ക് ഇതിന് പിന്നിൽ ആരാണ് എന്നുകൂടി നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആ നേരത്തെ പറഞ്ഞൊരു പോയിന്റിലേക്കാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ വരാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഈ അമേരിക്കൻ ഇലക്ഷനെ അല്ലെങ്കിൽ അമേരിക്കയിലെ ഒരു ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനോട് അവിടുത്തെ സാധാരണ ജനങ്ങൾക്കുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഈ പറയുന്ന അമേരിക്കൻ വിരുദ്ധ ശക്തികൾ അവിടെ കൃത്യമായിട്ട് കളിക്കുന്നുണ്ട്. അതിന് അവർ ഉപകരണമാക്കുന്നത് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനയാണ്. ഈ വിത്തിൻ അവർ ലൈഫ് ടൈം എന്ന് പറയുന്ന ഒരു പാലസ്തീൻ അനുകൂല സംഘടനയുണ്ട്. അതായത് ഈ ഹമാസ് അനുകൂല സംഘടന. ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം നടത്തിയപ്പോൾ അതൊരു ഇൻസ്പിറേഷനാണ് എന്ന രീതിയിലാണ് അവരതിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഒരു ഗ്ലോബൽ ഇൻഡിഫിദ അതിനു വേണ്ടിയിട്ടാണ് അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഈ അമേരിക്കൻ ക്യാമ്പസിൽ ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളും മറ്റ് വിദ്യാർത്ഥി സംഘടനകളെയൊക്കെ കൂട്ടി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ശരിക്കും പ്രവർത്തിക്കുന്നത് ഈ നിർദീൻ കിസ്വാൻ എന്ന് പറയുന്ന 29 വയസ്സുള്ള ഒരു വനിതയാണ്. കൃത്യമായിട്ട് തന്നെ ഇപ്പോൾ ന്യൂയോർക്ക് പോലുള്ള ഏരിയയിൽ എവിടെയൊക്കെയാണ് ജൂയിഷ് സെറ്റിൽമെൻറ്റ്സ് ഉള്ളത്, അല്ലെങ്കിൽ ഈ യഹൂദരെ അനുകൂലിക്കുന്ന ഗ്രൂപ്പുകൾ ആരൊക്കെയാണ്, അവർക്കെതിരെ സംഘടിതമായിട്ടുള്ളൊരു ആക്രമണമൊക്കെ ഇവർ അഴിച്ചുവിടുന്നുണ്ട്. ഞാനത് പറയാൻ ഒരു കാരണമുണ്ട്. അപ്പോൾ ഈ ഒരു സംഘടനയ്ക്ക് ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുന്നത് ആരാണ്? ഈ അമേരിക്കയിലെ ഇൻ്റലിജൻസ് വക്താവ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അതായത് ഇറാൻ്റെ കളി ഇതിന് ശക്തമായിട്ട് ഇതിൻ്റെ പിന്നിലുണ്ട്. ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് അവിടെ ഒരു പ്രശ്നം സൃഷ്ടിച്ച് അമേരിക്കൻ ഭരണകൂടത്തെ ഒരു സമ്മർദ്ദത്തിൽ ആഴ്ത്തുക. അതായത് ഇസ്രായേലിനൊരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ പോലും ശക്തമായിട്ടുള്ള പിന്തുണ നൽകുന്നത് അമേരിക്കയാണ്. ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, ആയുധപരമായിട്ടുള്ള സപ്പോർട്ട് ആയിക്കോട്ടെ. അതുകൊണ്ട് ഏത് ഭരണകൂടം അധികാരത്തിൽ ഇപ്പൊ ട്രംപിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കൺവെൻഷന് നേർക്ക് ഈ പറയുന്ന ഹമാസ് അനുകൂല സംഘടനകളൊക്കെ വരുന്നത്. അപ്പോൾ പലരും കാത്തിരിക്കുന്നുണ്ട് അല്ലേ റോബിൻ? അതായത് അവിടുത്തെ ഒരു എലക്ഷൻ അട്ടിമറിക്കപ്പെടാൻ അല്ലെങ്കിൽ ഒരു ജനവികാരം ഈ പറയുന്ന ഒരു ട്രംപിന് പ്രതികൂലമാക്കാൻ വേണ്ടി പലരും കാത്തിരിക്കുന്നുണ്ട്. അതിന് പിന്നിൽ പലരും ഉണ്ട് അല്ലേ? ഈ പറയുന്ന പോലെ ചൈന കാണാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന പോലെ ഇറാൻ്റെ ശക്തമായിട്ടുള്ള ഒരു കളി അതിൻ്റെ പിന്നിലുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഈ അവിടെ നടക്കുന്ന പ്രോ ഹമാസ് പ്രൊട്ടസ്റ്റിന് പിന്നിൽ അതിന് ഫണ്ടിങ് നൽകുന്നത് ഈ തീവ്രവാദ അനുകൂല ഗ്രൂപ്പുകളാണ് അതിൻ്റെ പിന്നിൽ ഫണ്ടിങ് നൽകുന്നത്. അപ്പോൾ കൃത്യമായിട്ടും ഈ ഒരു യൂണിവേഴ്സിറ്റി നടക്കുന്ന ഒരു കലാപം എന്ന രീതിയിൽ മാത്രം നമുക്ക് അതിനെ കാണാൻ സാധിക്കില്ല അല്ലേ? അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്. അപ്പോൾ അതിൽ ആ ഒരു കലാപത്തിന്റെ ഫലമായി ഈ ഭരണകൂടം സമ്മർദ്ദത്തിലാകുന്നു. അതിനുശേഷം അവർ ഇസ്രായേലിനുള്ളൊരു പിന്തുണ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കുറയ്ക്കുന്നു. അത് പിന്നെ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അല്ലേ? അപ്പോൾ മറ്റ് പല രാജ്യങ്ങളിലും പയറ്റി പലരും വിജയിച്ച അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകൾ വിജയിച്ച ഒരു സ്ട്രാറ്റജി അമേരിക്കയിൽ അവർ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ട്രംപിൻ്റെ ഒരു പ്രസക്തി, ട്രംപ് എടുക്കുന്ന നിലപാടുകളുടെ ഒരു പ്രസക്തി അവിടെ വർദ്ധിക്കുന്നില്ല. അത് നമ്മൾ ലെബനോനിലെ ഉള്ളിൽ നടന്ന ഒരു കൊച്ചു കാര്യത്തെക്കുറിച്ച് അവിടെ നിന്ന് നമ്മൾ വേണമെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്തെടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെബനോനിൽ നേരത്തെ ഈ ഹിസ്ബുള്ളകൾ അവർ ഷിയാകളാണ് ബേസിക്കലി. മറ്റേ അവിടെ ഉള്ള ആളുകളുമായിട്ട് സുന്നി വിഭാഗങ്ങളുമായിട്ട് ഇവർ ക്ലാഷ് ആയത്, അവർ തമ്മിൽ ചേർച്ചയില്ല. എന്നാൽ നമുക്കറിയാം പണ്ട് മുതലേ ചേർച്ചയില്ല ഇവർ തമ്മിൽ. പക്ഷേ ഈ അടുത്ത കാലത്ത് സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഷിയ വിഭാഗത്തിലുള്ള ഈ ഹിസ്ബുള്ളയെ അവിടെയുള്ള സുന്നി വിഭാഗങ്ങൾ കൂടി അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അവർ തമ്മിൽ വളരെ വളരെ അടുപ്പമുണ്ടായി. പല സുന്നി വിഭാഗത്തിൽപ്പെട്ട മതപുരോഹിതരും ഈ ഹിസ്ബുള്ളയെ പുകഴ്ത്തി പറയുകയും അവരുടെ പ്രവൃത്തികളെ അനുകൂലിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്ന് വെച്ചാൽ അതുപോലെ ഇഴയെടുപ്പമുണ്ടായി ഇവർ തമ്മിൽ എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ ഭാഗം തന്നെയാണ് ഈ ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് അവിടുന്ന് ഹിസ്ബുള്ള അവിടുന്ന് ഫണ്ട് ചെയ്യുകയും അവരെ പരിശീലിപ്പിക്കുകയും എന്നിട്ട് എല്ലാ അർത്ഥത്തിലുള്ള ഇത് കൊടുത്തത്. ഇനി അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിൽ പല സ്ഥലത്തും സൗദിയിൽ, ഇറാഖിൽ, സിറിയ, അങ്ങനെ ഈ ഖത്തർ, അങ്ങനെയുള്ള പല രാജ്യങ്ങളിലും ഈ അമേരിക്കയുടെ ബേസുകളുണ്ട്. പക്ഷേ ബേസിക്കലി ഇവർക്ക് ആർക്കും അമേരിക്കയോടോ യൂറോപ്പിനോടോ ഇസ്രായേലിനോടോ വലിയ താല്പര്യമുള്ള ആളുകളല്ല. അപ്പോൾ
ഈ താല്പര്യമില്ലായ്മ ഇപ്പം ഈ തുർക്കി അടക്കമുള്ള ഈ ഈജിപ്ത് അടക്കം ഉള്ള രാജ്യങ്ങൾക്ക് വലിയ താല്പര്യമില്ല. ഈ താല്പര്യമില്ലായ്മ എങ്ങനെ യൂസ് ചെയ്യപ്പെടും എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പഴയ ട്രംപിൻ്റെ കാലഘട്ടമല്ല ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ റഷ്യയും ഇറാനും തമ്മിൽ എല്ലാ അർത്ഥത്തിലും അടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇനി മാറിപ്പോകാൻ പറ്റാത്ത രീതിയിൽ, കാരണം ഇറാൻ അങ്ങോട്ട് കമക്കാസി ഡ്രോൺസ് അടക്കമുള്ളത് കൊടുത്ത് റഷ്യയെ സഹായിക്കുന്നു. റഷ്യ അവിടുന്ന് ഇങ്ങോട്ട് ഈ സംഘർഷത്തിൻ്റെ സാഹചര്യത്തിൽ റഷ്യൻ വിമാനങ്ങൾ ഇവിടെ വന്നു എന്നുള്ളത് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത ആയുധങ്ങളുമായിട്ട് പല ആയുധങ്ങളും കൊടുത്തു എന്നുള്ളത്, പ്രതിരോധ ആയുധങ്ങളും മിസൈലുകൾ അടക്കം കൊടുത്തു എന്നുള്ളത്. ഇതുകൂടാതെ റഷ്യ ചൈന വളരെ വലിയ അടുപ്പത്തിലേക്ക് മാറി. അതുകൂടാതെ കാരണം വളരെ വലിയ തോതിൽ ഓയിൽ അടക്കം കൊടുക്കുന്നു എന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലുമുള്ള അടുപ്പമായി. ഇതുകൂടാതെ ഉത്തര കൊറിയ റഷ്യക്ക് മിസൈലുകളടക്കം ധാരാളം ആയുധങ്ങൾ കൊടുത്തു. റഷ്യ അവിടെ ചെന്നേച്ചിട്ട് ഏകദേശം നമ്മൾ തമ്മിൽ ഒരേപോലെയാണ്, രണ്ടുപേരുടെയും ത്രെട്ട് ഏകദേശം ഒരേ രീതിയിൽ നമ്മൾ തമ്മിൽ ഒരുമിച്ച് നിന്ന് നേരിടുമെന്നതടക്കമുള്ള രീതിയിൽ അത്രയും വലിയ അടുപ്പം കാണിച്ചു. എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു ശാക്തിക ചേരി ഇപ്പോൾ വളരെ പ്രബലമായി, ഒരിക്കലും മാറാൻ പറ്റാത്ത രീതിയിലായി. ഈ ചേരി ഇനി ഇപ്പോൾ ട്രംപ് വന്നാലും മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എടുത്തു പറയേണ്ടത്, ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആ പ്രശ്നമുണ്ടായപ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞു ഇസ്രായേലിൻ്റെ ഡിസ്ട്രോയറുകൾ, ഫ്രിഗേറ്റുകൾ അടക്കമുള്ള കപ്പലുകൾ, സബ്മറൈനുകൾ, അതുപോലെ തന്നെ ഈ വിമാനവാഹിനി കപ്പലുകൾ അടക്കം ഈ മേഖലയിലേക്ക് എത്തിയെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതിവിടെ എത്തുമ്പോൾ തന്നെ റഷ്യയുടെ കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ ഈ മേഖലയിലുണ്ട്. ഈ മേഖലയിൽ എല്ലാ റഷ്യയുടെ യുദ്ധക്കപ്പലുകളുണ്ട്, ചൈനയുടെ യുദ്ധക്കപ്പലുകൾ ഈ മേഖലയിലുണ്ടാകും, എല്ലാം ഉണ്ട്. ഈവൻ നമ്മുടെ ഇന്ത്യയുടെ വരെ ഈ മേഖലകളിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ സംഘർഷം എന്ന് പറയുന്നത് വളരെ വലിയ സംഘർഷം, കടലിൻ്റെ സംഘർഷമായിരിക്കും ഏറ്റവും ആദ്യം ഉണ്ടാകുക എന്ന് പറയുന്നത്. ഈ സംഘർഷം വളരെ രൂക്ഷമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ള ഒരു വസ്തുതയുണ്ട് ലോകത്തിൽ. അപ്പോൾ ഇതിനുള്ളിനെക്കുറിച്ച് ഒരു നിഗമനം നടത്തിയ ഒരു വിദഗ്ധനായ ഒരു വ്യക്തി പറഞ്ഞത്, ലോകത്തിൽ പല രാജ്യങ്ങൾക്കും ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്, പക്ഷേ ന്യൂക്ക് ചെയ്തിട്ടുള്ള ഒരേ ഒരു രാജ്യം അമേരിക്കയാണ്, ഇനിയും അതും ചെയ്യാൻ ഞങ്ങൾക്ക് മടിയില്ല എന്നുള്ളത്. അപ്പോൾ ഈ സംഘർഷം ട്രംപ് വന്നു കഴിഞ്ഞിട്ട് ഇത് എത്തി നിൽക്കുന്ന ഒരു സംഘർഷം ട്രംപ് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ഇല്ലാതാക്കാൻ പറ്റുമെന്നുള്ളത് നമുക്കത് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ്. കാരണം അതുപോലെ ഒരു എഡ്ജിലെത്തി നിൽക്കുകയാണ്. കാരണം ശാക്തിക ചേരികൾ അതുപോലെ ഇഴയെടുപ്പും ആയി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ യൂറോപ്യൻ ചേരിയും അമേരിക്ക അടക്കമുള്ള ചേരി മാറ്റപ്പെട്ടിരിക്കുന്നു, നയങ്ങൾ ഒരുപാട് മാറിയിരിക്കുന്നു. അപ്പോൾ ഈ അവസ്ഥയിൽ ട്രംപ് വന്നാലും നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നും എത്രത്തോളം മാറി നിൽക്കാൻ കഴിയും എന്നുള്ളത്. കാരണം ഇപ്പോൾ ഏറ്റവും നിസ്സാര ഒരു കാര്യം കൂടി എടുക്കാം, തായ്വാൻ ഇഷ്യൂവിൽ ചൈനയ്ക്ക് തായ്വാൻ കിട്ടാതെ ആ ഇഷ്യൂ മാറുകയല്ല. ഇതിനെ ട്രംപ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് മാറ്റാൻ കഴിയില്ല. കാരണം ഗുവാം അടക്കമുള്ള അവരുടെ സൈനിക താവളങ്ങളിലേക്ക് അങ്ങോട്ട് എത്താൻ ഈ തായ്വാൻ കിട്ടിക്കഴിഞ്ഞാൽ ചൈനയ്ക്ക് പിന്നെ ആ കടൽ മേഖല മൊത്തം ചൈനയുടെ അധീനതയിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഒരിക്കലും അമേരിക്ക ഇത് കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഇഷ്യൂ ഒരിക്കലും മാറില്ല, ഈ ഇഷ്യൂകൾ കൂടി വരികയുള്ളൂ. അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് ട്രംപ് വന്നാലും ഈ ഒരു സോഷ്യൽ സാഹചര്യം, ലോകത്തിൻ്റെ ഈ സാഹചര്യം എത്രത്തോളം മാറും എന്നതിനെക്കുറിച്ച് നമുക്ക് എപ്പോഴും ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. ഇവിടെ അതുപോലെ ജോർജ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ കണ്ടു ശരിക്കും രണ്ട് ആംഗിളിലാണ് ശരിക്കും ഈ ഒരു ഇലക്ഷൻ പ്രധാനപ്പെട്ടതാകുന്നത്. ഒന്ന്, ഇവിടെ റോബിൻ പറഞ്ഞ പോലെ ഒരു ജിയോ പൊളിറ്റിക്സ്, ഈ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അവിടെ നമ്മൾ കണ്ടു ഒരു സൈഡിൽ ഇവിടെ ഇപ്പോൾ റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വളരെ വളരെ ശക്തമായി. ഇനി ഒരു ലെഫ്റ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇസ്ലാം തീവ്ര സ്വഭാവമുള്ള രാജ്യങ്ങൾ അവരെല്ലാം കൂടെ ഒരു ഒറ്റ ചേരിയുന്ന അവസ്ഥയാണ്. എന്നാൽ മറുവശത്ത് മനസ്സിലാക്കണം, അമേരിക്കയുടെ കാലാകാലങ്ങളായിട്ടുള്ള വലിയ ഒരു ട്രസ്റ്റഡ് അലിയായിരുന്ന യൂറോപ്പുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ അമേരിക്കയ്ക്ക് ഈ ട്രംപ് വന്നു കഴിഞ്ഞാൽ അത്രമാത്രം അത് പഴയ പോലെ സ്മൂത്തായി പോകുന്നു പറയാൻ പറ്റില്ല. മനസ്സിലാക്കണം, ഈവൻ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം തന്നെയാണെങ്കിലും എത്രമാത്രം അവർക്കത് അത്ര സ്മൂത്തായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇസ്രായേലിൻ്റെ എല്ലാ ഡിമാൻഡ്സും ഇപ്പോൾ അതേപടി അനുസരിക്കാനും അംഗീകരിക്കാനും ഈ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അമേരിക്ക സാധിക്കും, നമുക്ക് കൃത്യമായിട്ട് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അപ്പം ഇവിടെ ശത്രുക്കളുടെ ലക്ഷ്യം രണ്ടാണ്. ഒന്ന്, ഈ ശരിക്ക് ഈ അമേരിക്കയുടെ ധാർമ്മിക അല്ലെങ്കിൽ ഒരു ആത്മീയ ആ ഒരു അവസ്ഥയെ ആകമാനം തകിടം മറിച്ച് തകർത്ത് കളഞ്ഞുകൊണ്ട് അമേരിക്കയുടെ രാഷ്ട്രീയ സ്വാധീനം ഇല്ലാതാക്കുക, അമേരിക്കയുടെ സാമ്പത്തിക ആ ഒരു ശക്തി അമേരിക്ക കംപ്ലീറ്റ് ആയിട്ട് അവിടുന്ന് പുറത്താക്കുക. അതാണ് അവരുടെ ലക്ഷ്യം. മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് അവർ ശരിക്കും ഈ ധാർമ്മിക അപജയത്തിന് വേണ്ടിയാണ് ഈ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പല ശക്തികൾ അവരെ ധാർമ്മികമായി തകർക്കുന്ന, അവരുടെ ആത്മീയത തകർത്ത് കളയുന്ന, അവരുടെ കുടുംബബോധം തകർത്ത് കളയുന്ന, അവരുടെ യുവജനങ്ങളെ തകർത്ത് കളയുന്ന വ്യത്യസ്തങ്ങളായ പോളിസികൾ അങ്ങോട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നത്. മനസ്സിലാക്കാൻ കഴിവുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ നോക്കി ഇപ്പം പഴയ പോലെ നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക, യൂറോപ്പിൽ നിന്നാണ്. യൂറോപ്പിൻ്റെ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയ്ക്കും വളരെ മോശം അവസ്ഥ. അവിടെ കുടുംബബന്ധങ്ങളില്ല,
ഡൈവേഴ്സ് വളരെയായിട്ട് കൂടുന്നു. അതുപോലെ തന്നെ അവരുടെ കുട്ടികളുടെ അവസ്ഥകൾ, അതുപോലെ തന്നെ ഓവർ ഫ്രീഡം, ഇനി എന്താ പറയുക, ഈ പ്ലാൻസ് പേരൻ്റ്ഹുഡ് പോലുള്ള ഈ അബോർഷൻ ഭീമന്മാരുടെ വിളയാട്ടം, വിളയാട്ടം, അങ്ങനെ എല്ലാ രീതിയിലും അമേരിക്കയെ ധാർമ്മികമായിട്ട് സാമൂഹികമായിട്ട് അവരുടെ മൂല്യങ്ങളിൽ നിന്ന് മാറ്റിക്കളയാണ്. അപ്പം അതിലൂടെ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ അമേരിക്കയുടെ നമ്മൾ മനസ്സിലാക്കണം, ഡോളറിൽ വി ട്രസ്റ്റ് ഇൻ ഗോഡ് എന്ന് എഴുതിയ ഒരേ ഒരു രാജ്യം അമേരിക്ക. അപ്പോൾ അവരുടെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അവർക്ക് ആ ദൈവജനമായിട്ട് വളരെ വളരെ ബന്ധമുണ്ട്. അപ്പോൾ അവരുടെ ധാർമ്മികത, അവരുടെ ആത്മീയത, അവരുടെ രാജ്യത്തിൻ്റെ ആ ഒരു പുരോഗതിയുമായിട്ടും അതിൻ്റെ കെട്ടുറപ്പുമായിട്ടും അതിൻ്റെ പ്രബലമായിട്ടും വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അപ്പോൾ വൺസ് അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് പറയുന്നു അമേരിക്കയുടെ ഗ്രിപ്പ് മെല്ലെ മെല്ലെ കുറയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ഇലക്ഷന് വളരെ വളരെ പ്രധാനമുള്ളത്. എന്താണ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും? ട്രംപ് വന്നാൽ ട്രംപ് ഒറ്റയ്ക്കാണെങ്കിലും പോരാടും. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ട്രംപിൻ്റെ പോളിസി, ട്രംപിൻ്റെ പാർട്ടിയുടെ പോളിസിയല്ല, ട്രംപിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയിൽ അദ്ദേഹം രൂപം കൊടുത്ത പോളിസിയാണ്. അത് ഉറപ്പായിട്ടും അദ്ദേഹം പോടാൻ തയ്യാറാവും. അതിനുവേണ്ടി അദ്ദേഹത്തിന് കൂടെ നിൽക്കാനും ഒരു പറ്റും ജനങ്ങളുമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ തുളസി ഗബാർഡ് എന്ന് പറയുന്ന ആ ഒരു നിഷ്പക്ഷ പുള്ളിക്കാരി ശരിക്ക് ഈ US മിലിറ്ററിയിലൊക്കെ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പം പല പല അനുഭവങ്ങളിലും യുദ്ധങ്ങളോട് ഒക്കെ കടന്നു പോയപ്പോൾ ആ സ്ത്രീക്ക് മനസ്സിലായത് യുദ്ധം കൊണ്ടൊന്നും ഒന്നും നേടാൻ സാധിക്കുന്നില്ല, അമേരിക്ക പലപ്പോഴും നഷ്ടത്തിൽ പോയി ചാടുകയാണ്, അമേരിക്കയുടെ തകർച്ചയാണ്, ഇതൊക്കെ ശത്രുക്കളുടെ വിജയമാണ്, ഇനി മറ്റു പല പല സോഷ്യൽ കോൺസിക്വൻസ് മനസ്സിലാക്കി. അപ്പോൾ അവരൊക്കെ ശരിക്ക് ട്രംപിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായി. അപ്പോൾ അങ്ങനെ ഒരു വലിയ എന്താ പറയുക, ഒരു വലിയ പോസിറ്റീവ് സൈഡ് ഉണ്ട്. എന്നാൽ നമ്മൾ ഈ ഒരു ഇലക്ഷനെ ഇതെല്ലാം കൂടെ വെച്ച് വേണം കാണാനും. ഓക്കെ, അത് കറക്റ്റാണ്. അപ്പം ഒരു ലാസ്റ്റായിട്ട് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ ഈ ഉരുൾപൊട്ടലൊക്കെ നമ്മൾ ചർച്ചയാകുന്ന ഒരു സമയം, അപ്പോൾ ഈ ഒരു ഉരുള് കണക്കെ ഈ പറയുന്നവരുടെ ഒരു ഇമ്പാക്റ്റ്, അതായത് ഈ ഡീപ് സ്റ്റേറ്റ് ആയിക്കോട്ടെ, ഇലുമിനാറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രോ ലെഫ്റ്റ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഇസ്ലാമിക തീവ്രവാദ ശക്തികളായിക്കോട്ടെ, അവരുടെ ഒരു മലവെള്ള പാച്ചിലാണ് ശരിക്കും പറഞ്ഞാൽ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ആവശ്യം എന്ന് പറയുന്നത് ആ മലവെള്ള പാച്ചിലിനെ കുറേ നാളത്തേക്കെങ്കിലും തടഞ്ഞു നിർത്താൻ സാധിക്കുന്ന ഒരു തടയണ തീർച്ചയായിട്ടും ലോകത്ത് ഉയർന്നു വരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നിലവിലെ ഒരു സാഹചര്യത്തിൽ അതിന് സാധിക്കുക എന്ന് പറയുന്നത് അമേരിക്ക എന്നൊരു രാജ്യത്തിനാണ്. കാരണം അവരുടെ മിലിറ്ററി പരമായിട്ടുള്ള ഒരു സ്വാധീനം, സാമ്പത്തികമായിട്ടുള്ള സ്വാധീനം, ലോക രാജ്യങ്ങൾക്കിടയിലുള്ള സ്വാധീനം, അത്രത്തോളം സ്വാധീനമുള്ള ഒരു രാജ്യത്ത് ഒരു ഉറച്ച നിലപാടുള്ള ഒരു ഭരണാധികാരിയാണ് ഈ ഒരു കാലഘട്ടത്തിൽ വരേണ്ടത്. അതായത് അങ്ങോട്ടും ചായാം ഇങ്ങോട്ടും ചായാം, അല്ലെങ്കിൽ നമ്മളൊരു നനഞ്ഞ പടക്കം എന്നൊക്കെ വിശേഷിപ്പിക്കില്ല. അതാണ് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ഹമാസ് നേതാവിന്റെ മകൻ പറഞ്ഞതുപോലെ നിലപാടുള്ള വ്യക്തി വേണം. അതായത് ഈ കാലം ഇപ്പോൾ ജോജി സൂചിപ്പിച്ചതുപോലെ ഈ ധാർമ്മിക മൂല്യങ്ങളിൽ അടിയുറച്ച നിലപാട് സ്വീകരിക്കുന്ന വ്യക്തി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഏതൊരു രാജ്യവും അവരുടെ ധാർമ്മിക മൂല്യങ്ങളിൽ നിന്ന്, പരമ്പരാഗത മൂല്യങ്ങളിൽ നിന്ന് എന്ന് അവർ പിന്നോക്കം പോയോ അന്ന് അവരുടെ അധപതനം ആരംഭിച്ചു. അത് നമ്മൾ ലോക ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ, അത് യൂറോപ്പ് ആയിക്കോട്ടെ, ഏത് രാജ്യമായിക്കോട്ടെ. നമുക്ക് ഈ കമല ഹാരിസിന്റെ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കമല ഹാരിസ് ഒരു ബേസിക്കലി ആള് ഒരു ലോയറാണ് ബൈ പ്രൊഫഷൻ. ആള് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഈ ഇടയ്ക്ക് ഒരു നിലപാടിൽ അത് പറഞ്ഞൊരു പോയിന്റാണ്. അവർ ഒരിടയ്ക്ക് പറഞ്ഞൊരു കാര്യം, അതായത് അവരുടെ ജീവിതത്തിലെ കരിയറിലെ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ സ്വർഗ്ഗ അനുരാഗമുള്ള രണ്ട് വ്യക്തികളുടെ വിവാഹം നടത്തി കൊടുത്തതാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയൊരു കാര്യം. അത് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ പറയുന്ന കമല ഹാരിസ് അമേരിക്കയുടെ ഭരണതലപ്പത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ധാർമ്മികതയിൽ അടിയുറച്ചുള്ള ഒരു നിലപാട് എത്രത്തോളം അവർക്ക് സ്വീകരിക്കാൻ സാധിക്കും എന്നത്. അങ്ങനെ സ്വീകരിച്ചില്ലെങ്കിൽ അവിടെ അന്ന് തുടങ്ങും അമേരിക്കയുടെ ഒരു അധപതനം. ഇപ്പോൾ ഓൾറെഡി ഒരു അധപതനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അധപതനം കുറെ കൂടി ഒരു സ്പീഡപ്പ് ആകാൻ അത് തീർച്ചയായിട്ടും ഉപകരിക്കും എന്ന കാര്യം നമുക്ക് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സമാപനത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും വളരെ നിർണായകമാണ് ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന ഈ ഒരു എലക്ഷൻ എന്ന് പറയുന്നത്. അത് എല്ലാ പോയിന്റ് ഓഫ് വ്യൂവിലും ഏത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. ഇസ്ലാമിക തീവ്രവാദം ഒരു വശത്ത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു, പ്രോ ലെഫ്റ്റ് ഐഡിയോളജികൾ ഒരു വശത്ത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു, കുടുംബ ബന്ധങ്ങൾക്ക്, കുടുംബ മൂല്യങ്ങൾക്ക് എതിരായിട്ടുള്ള നിലപാടുകൾ ഒരു വശത്ത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു, യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ നവംബർ 5 തീയതി 2024 നവംബർ 5 തീയതി നടക്കാൻ പോകുന്ന അമേരിക്കൻ പ്രസിഡൻഷ്യൽ എലക്ഷൻ എന്ന് പറയുന്നത് അതിനിർണായകമാണ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം ഒരു ക്രൈസ്തവ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ലോകത്തിലെ പല രാജ്യങ്ങളിലും ക്രൈസ്തവ പീഡനങ്ങൾ ശക്തമായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. നൈജീരിയ പോലുള്ള രാജ്യങ്ങളിൽ, പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ അവിടെ പീഡനമേൽക്കുന്ന ക്രൈസ്തവരെ കുറിച്ച് ശബ്ദിക്കാൻ ഇന്ന് ആരുമില്ല.
നമുക്കറിയാം ഈ ഇസ്രായേലിനെതിരെ അതിക്രമം അഴിച്ചുവിട്ട നിരപരാധികളായവരെ കൊന്നുതള്ളിയ ഹമാസിന് വേണ്ടി ശബ്ദിക്കാൻ ആയിരം നാവുകൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ ലോകം മുഴുവനുമുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ, ക്രൈസ്തവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇന്ന് ആരുമില്ല. തീർച്ചയായിട്ടും ട്രംപ് പലപ്പോഴും പീഡിത ക്രൈസ്തവർക്ക് വേണ്ടി നിലപാടെടുത്ത ഒരു വ്യക്തിത്വം കൂടിയാണ്. ഒരു ക്രൈസ്തവ ജിനോസൈഡ് പല രാജ്യങ്ങളിലും നടമാടുമ്പോൾ ട്രംപിനെ പോലെ ക്രൈസ്തവ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഒരു നേതാവ് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതം തന്നെയാണ്. ഈ ഒരു വിഷയത്തിലെ ഞങ്ങളുടെ ഒരു നിലപാട് ഇതാണ്. ഒരു ചരിത്ര മുഹൂർത്തത്തിൽ തന്നെയാണ് അമേരിക്കൻ ജനത എത്തി നിൽക്കുന്നത്. വളരെ ഒരു നിർണായകമായിട്ടുള്ള, ലോകത്തിൻ്റെ ഒരു ഭാവിയെ തന്നെ നിർണയിക്കാൻ സാധ്യതയുള്ള ഒരു തീരുമാനമാണ് ഓരോ അമേരിക്കക്കാരനും ഈ ദിവസങ്ങളിൽ എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗൗരവം അമേരിക്കൻ ജനത തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അവരെടുക്കുന്ന ആ ഒരു തീരുമാനത്തിൻ്റെ ഇമ്പാക്റ്റ് അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് ലോകം മുഴുവൻ ദൂരവ്യാപകമായിട്ടുള്ള ഒരു പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ വിവേകത്തോടെ ഉറച്ച ഒരു നിലപാട് ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ അമേരിക്കൻ ജനതയ്ക്ക് സാധിക്കട്ടെ. നട്ടലോടുകൂടി കൃത്യമായി അമേരിക്കയെ ബാധിക്കുന്ന പല വിഷയങ്ങളിലും അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള, ഒപ്പം തന്നെ ഈ ലോക രാജ്യങ്ങളെ അന്താരാഷ്ട്ര തലത്തിൽ അന്താരാഷ്ട്ര പൊളിറ്റിക്സിനെ ബാധിക്കുന്ന പല വിഷയങ്ങളിലും ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ, അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായിട്ട് നിലപാട് സ്വീകരിക്കുന്ന ട്രംപിനെ പോലെയുള്ള നേതാക്കൾ അമേരിക്കയുടെ ഭരണ തലപ്പത്ത് വരേണ്ടതിൻ്റെ ആവശ്യകത അമേരിക്കൻ ജനത തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇലക്ഷൻ കാലയളവാണ്. പല ഗിമിക്കുകളും രാഷ്ട്രീയ എതിരാളികൾ കാണിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിലൊന്നും വീണു പോകാതെ വിവേകത്തോടുകൂടി, പക്വതയോടുകൂടി, ധാർമ്മിക മൂല്യങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന, കുടുംബ മൂല്യങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന, ഇസ്ലാമിക തീവ്രവാദത്തിന് അതിനെതിരായി ശക്തമായ നിലപാട് എടുക്കുന്ന ട്രംപിനെ പോലെ ഉറച്ച നിലപാടുള്ള ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുവാനുള്ള ഒരു വിവേകം, ഒരു പക്വത, ഒരു ജ്ഞാനം അമേരിക്കൻ ജനതയ്ക്ക് ഉണ്ടാകട്ടെ എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.